വെള്ളിയാമറ്റം പഞ്ചായത്തിലെ ഊഞ്ഞാപ്പടി മലയിലാണ് പാട്ടുപാറ അജിയും ഭാര്യ രുചിതയും താമസിക്കുന്നത്. സ്വന്തമായുള്ള ഭൂമിക്ക് പട്ടയമില്ല. മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശം. 2018 ലൈഫ് പദ്ധതിയിൽ ഭൂമിയും വീടും ലഭിക്കുന്നതിന് പഞ്ചായത്തിൽ അപേക്ഷ നൽകി. പഞ്ചായത്ത് പരിശോധിച്ച് ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. പലതവണ കയറിയിറങ്ങിയിട്ടും വീട് മാത്രം ലഭിച്ചില്ല. അങ്ങനെയാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയത്. പഞ്ചായത്തിന് കിട്ടാതെ അവരെ പിന്നെയാവും അല്ല 5-8 വർഷം കഴിയും എന്നൊക്കെ അവർ പറയുന്നത്. അവിടുന്ന് അവർ വന്ന് അന്വേഷിച്ചു, വില്ലേജിൽ നിന്ന് വന്ന് അന്വേഷിച്ചു. പക്ഷെ ഇതുവരെ ഒന്നും ആയില്ല. ഇനി 2035 കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നവകേരളത്തിൽ കൊണ്ടു കൊടുത്താൽ എന്തെങ്കിലും ഒരു പോൻ വഴി മുഖ്യമന്ത്രി ചെയ്തെന്ന് ഓർത്തുകൊണ്ട് നവകേരളത്തിൽ കൊണ്ടു കൊടുത്തിരിക്കുന്നത്. അജിയുടെ പരാതി കറങ്ങി തിരിഞ്ഞ് പഞ്ചായത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഒപ്പം 149 അപേക്ഷകളും. ഇതിൽ 120 ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് പരിഹരിക്കാൻ പഞ്ചായത്തിന് കഴിയുമോ? അതാണ് ചോദ്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഞ്ചായത്തിന് പരിഹരിക്കാൻ സാധിക്കില്ല. കാരണം 977 പേര് ഇപ്പോൾ ഓൾറെഡി അപേക്ഷിച്ചിട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്ക് പോലും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഓർഡർ അനുസരിച്ച് SC/STക്ക് കൊടുത്തിട്ട് ജനറലിന് കൊടുക്കാവൂ എന്നുള്ള ഒരു ഓർഡർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് 34 പേർക്കാണ് ഈ വർഷം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ആ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ SC/ST വിഭാഗത്തിന് കൊടുക്കണമെങ്കിൽ തന്നെ ഒരു 3-4-5 വർഷം വേണ്ടി വരും. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അപേക്ഷ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല. വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ 1000-ഓളം പേരുണ്ട്. മുൻഗണനാക്രമം പാലിച്ച് അജിക്ക് വീട് ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും കഴിയും. നവകേരള സദസ്സിൽ പരാതി നൽകിയ മറ്റുള്ളവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. പഞ്ചായത്തുകൾക്ക് കൂടുതൽ പണം അനുവദിക്കുകയും നിലവിലെ വ്യവസ്ഥകൾ ഇളവ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ അജിയെ പോലുള്ളവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടൂ. പക്ഷേ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിനാണ്. പഞ്ചായത്തുകൾക്ക് ഇക്കാര്യത്തിൽ നൽകാൻ കഴിയുന്ന മറുപടി അപേക്ഷകൻ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പണം ലഭ്യമാകുന്ന മുറയ്ക്ക് മുൻഗണന പാലിച്ചുകൊണ്ട് വീടുകൾ അനുവദിക്കും എന്നുമായിരിക്കും. ഇതുകൊണ്ട് അപേക്ഷകന് മറുപടി ലഭിക്കും, പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.